ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു 3/4 കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഈ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊന്നിട്ട് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ ഈ കുക്കറിലേക്ക് ഈ ബീഫ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ബീഫിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതും 8 പച്ചമുളക് 2 തക്കാളി ഇതെല്ലാം കൂടി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം അധികം ഒഴിച്ച് കൊടുക്കുന്നില്ല, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ തന്നെ ഈ ബീഫ് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിലടിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ ഒരു ചെറിയ തേങ്ങയാണ്, അതിൻ്റെ പാല് എടുത്തിട്ട് വെച്ചതാണിത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം ഇട്ടിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പീസ് എടുത്തിട്ട് നോക്കട്ടെ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഫുള്ളും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ചേർത്താലും മതി. അപ്പോൾ ഞാനിതിലിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല, അതിന് പകരം കോൺഫ്ലവറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. പക്ഷെ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറും കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ വേണ്ടിയിട്ട് കറിയെല്ലാം റെഡി ആയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിലോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.